ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc മലയാളത്തിൽ മൊഡ്യൂൾ 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു എക്സാം എടുത്താലും എസ്സേ ആണെങ്കിലും ഷോർട്ട് എസ്സേ ആണെങ്കിലും സമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സമ്മറി മെയിൻ പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള റിവിഷൻ ക്ലാസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു മൊഡ്യൂള് വിവർത്തനത്തിൻ്റെയാണ്. അപ്പോൾ വിവർത്തനം എന്താണ്, വിവർത്തനത്തിലെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. തൽഭവം, തത്സമം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉദാഹരണം പറയുക. ഉത്തരം: തൽഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത പദങ്ങൾ കാലക്രമേണ രൂപം മാറിയിട്ട് മലയാളത്തിൽ വരുന്നത്. ഉദാഹരണം ദന്തം എന്ന് പറഞ്ഞ സംസ്കൃത പദമാണ്, അത് പല്ലായിട്ട് മാറും, അത് മലയാള പദം. പിന്നെ ക്ഷീരം എന്ന സംസ്കൃത പദം പാലായിട്ട് മാറിയത്. ഇനി നമുക്ക് തത്സമം എന്താണെന്ന് നോക്കാം. സംസ്കൃത പദങ്ങൾ രൂപഭേദമില്ലാതെ അതേപടി മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണം വിദ്യ, മുഖം, ഗ്രാമം എന്നിവയൊക്കെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: സയൻസിൽ ഉപയോഗിക്കുന്ന 5 സാങ്കേതിക പദങ്ങളും തത്തുല്യമായ മലയാള പദങ്ങളും എഴുതുക. ഉത്തരം: ആറ്റം, മലയാളത്തിൽ അണം എന്ന് പറയും. അതുപോലെ സെല്ല്, കോശം എന്ന് പറയും. എനർജി, ഊർജം എന്ന് പറയും. ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം. ഇലക്ട്രിസിറ്റി, വൈദ്യുതി. ഇവയൊക്കെയാണ് അതിൽ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം: യന്ത്രവിവർത്തനം എന്നാൽ എന്ത്? ഉത്തരം: ഒരു ഭാഷയിലെ വാക്കുകളോ പദങ്ങളോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനെയാണ് യന്ത്രവിവർത്തനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ഇന്ന് വിവർത്തനം ദൈനംദിന ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമായി തീർന്നിരിക്കുന്നു. വിശദമാക്കുക. ഉത്തരം: ഇന്ന് ലോകം ആഗോളവൽക്കരണ കാലഘട്ടത്തിലാണ്. വിവിധ ഭാഷകളും സംസ്കാരങ്ങളുമുള്ള ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിവർത്തനം ദൈനംദിന ജീവിതത്തിൽ അനിവാര്യ ഘടകമായി തീർന്നു. ഇത്രയാണ് ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഉണ്ടാക്കി എഴുതാം. ഓക്കെ. ഇനി അടുത്ത ചോദ്യം: സംസ്കാരവും വിവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉത്തരം: ഒരു സമൂഹത്തിൻ്റെ ജീവിത രീതി, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഭാഷ, കല, സാഹിത്യം ഇവയുടെ സമാഹാരമാണ് സംസ്കാരം. ഈ സാംസ്കാരിക ഘടകങ്ങളെ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് കൈമാറുന്നതാണ് വിവർത്തനം. അതാണ് ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ആശയാനുവാദം എന്നാൽ എന്ത്? ഇതെവിടെയൊക്കെയാണ് പ്രയോജനപ്പെടാറുള്ളത്? ഉത്തരം: ഒരു ഭാഷയിലെ അല്ലെങ്കിൽ ഒരു വാചകത്തിലെ വാക്കുകൾ അതേപടി മാറ്റാതെ അതിലെ ആശയം അല്ലെങ്കിൽ അർത്ഥം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു ഭാഷയിൽ വിവർത്തനം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആശയാനുവാദം എന്ന് പറയുന്നത്. അത് പ്രയോജനപ്പെടുന്നത് സാഹിത്യ വിവർത്തനത്തിൽ, അതുപോലെ കഥ, നോവല്, കവിത ഇവയിലൊക്കെ വികാരവും ആശയവും നിലനിർത്താനൊക്കെ പ്രയോജനപ്പെടും. അടുത്ത ചോദ്യം: ജോൺ ഡ്രൈഡൻ വിവർത്തനത്തിന് കൽപ്പിച്ച വകഭേദങ്ങൾ ഏതെല്ലാം? മലയാളത്തിൽ നിന്ന് ചില മാതൃകകൾ നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്തരം വരുന്നത് ജോൺ ഡ്രൈഡൻ പറഞ്ഞിട്ടുള്ളവ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് മെറ്റാഫ്രൈസ്, അതായത് വാക്കിന് വാക്ക് വരിക്ക് വരി എന്ന മട്ടിലുള്ള വിവർത്തനമാണ്. പദാനുപദ തർജ്ജമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ്. രണ്ടാമത്തത് പാരാഫ്രൈസ്. പാരാഫ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലകൃതിയുടെ രചയിതാവിനെ പിന്തുടരുമ്പോഴും വാക്കിന് വാക്ക് പിന്തുടരില്ല, പകരം അർത്ഥത്തെയാണ് പിന്തുടരുന്നത്. മൂന്നാമത്തത് ഇമിറ്റേഷൻ, അതായത് അനുകരണത്തിൽ മൂലകൃതിയുടെ വാക്കുകളെ അർത്ഥങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം വിവർത്തനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് വിവർത്തന ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ എ ഫേബിൾ ഫോർ ടുമാറോ, റേച്ചൽ കഴ്സൻ്റെ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് കെ രതിമേനോനാണ്. നാളേക്കൊരു ഗുണപാഠം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതേത് വിവർത്തന കൃതിയാണ്, ആരാണ് വിവർത്തനം ചെയ്തത്, ഏത് കൃതിയിലാണ് വിവർത്തനം ചെയ്തത്, പിന്നെ അതിൻ്റെ സമ്മറി എന്താണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയായിരിക്കും അതൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് മുറിവേറ്റിട്ടും അലറാൻ ആഗ്രഹിക്കുന്ന സിംഹം, റാൻഡി പോഷ്, ജെഫ്രി നാസ്ലോയുടെ ഒരു കൃതിയായിരുന്നു നമ്മൾ അടുത്ത വിവർത്തന കൃതിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ എസ് ഹരീഷാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സമ്മറി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ, കാരണം അതിന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. എന്തായാലും ഏത് വിവർത്തന കൃതിയിൽ നിന്ന് എടുത്താന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആരാണ് അത് എഴുതിയത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇതോടുകൂടി നമ്മുടെ 3ാമത്തെ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അവസാനിച്ചിരിക്കുകയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.